നല്ല ചൂട് കട്ടൻ്റെ കൂടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇതൊരു അന്യായ കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതും ഈ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഈ ഒരു കട്ടനും ഈ ഒരു ചക്കപ്പുഴുക്കും അത് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ മീൻകറിയോ അതേപോലെ ബീഫ് ചിക്കൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ചക്കപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഇപ്രാവശ്യം എല്ലാ തവണയും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തന്നെ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇവിടെ അമ്മമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയ സമയത്ത് അവരൊരു 3-4 ചക്ക ഇട്ട് തന്നു. അതും 3 വെറൈറ്റി. ഒരു ബ്ലൂ കളർ ചുള വരുന്ന ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതാവാത്തത് കൊണ്ട് അത് കൊണ്ടുവന്നില്ല. പക്ഷേ സിന്ദൂര ചക്ക കിട്ടി, മറ്റേ റെഡ് കളർ ചുള വരുന്നത്. പക്ഷേ പഴുത്തിട്ടില്ല, അതുകൊണ്ട് അത് മുറിച്ചിട്ടില്ല കേട്ടോ. പിന്നെയുള്ള ചക്കയാണിത്. അപ്പോൾ ഇത് മൂത്തതാണ്, പക്ഷേ പഴുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചക്ക വെട്ടി മുറിക്കാൻ പറഞ്ഞാൽ അതിന് കഴിവ് തന്നെ വേണം, ഭയങ്കര ടാസ്ക്കാണ്. എന്നാൽ എങ്ങനെയൊക്കെ വെട്ടി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതെങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയുടെ അരമുറി മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര തന്നെ കൂടിയാലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല, കുറയാതെ നോക്കുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, ഒരു 5-6 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. പിന്നെ ചക്ക അധികം ഗ്യാസ് ആയതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കില്ല, ചതച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയതുകൊണ്ട് ചക്ക വേവിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചക്കയെ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ 1 സ്പൂൺ അളവിൽ കളർ കിട്ടാൻ വേണ്ടി മാത്രം മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചൊരു 3 വിസിലിനെ വേവിച്ച് അത് കഴിഞ്ഞിട്ട് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ നമ്മൾ ചതച്ചെടുത്ത് വെച്ച തേങ്ങയില്ലേ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചക്കപ്പുഴുക്ക് റെഡിയാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് താളിച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ ചക്കപ്പുഴുക്കോടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല മീൻകറി, ബീഫ്, ചിക്കൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, തനിച്ച് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഈ മഴയത്ത് ചക്കപ്പുഴുക്ക്, മാങ്ങ ഇതൊക്കെ ഉള്ള സീസണാണ്. നമുക്ക് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഒരുവിധം ചക്ക, മാങ്ങ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ പുഴുക്കുണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കൂ. കട്ടൻ ചായൻ്റെ കൂടെ തന്നെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ, ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ടാറ്റാ.